നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയായി. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ഭഗവാൻ വേദവ്യാസന്റെ പാദപങ്കജങ്ങളിലും ആ പവിത്രമായ സങ്കല്പം കൊണ്ട് ആനന്ദമയമായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭാരതീയ വേദാന്തത്തിന്റെ അത്യന്തം ലളിതമായിരിക്കുന്ന സാരസർവസ്വമാണ് ശ്രീമദ് ഭഗവത്ഗീത. വ്യാസഭഗവാൻ ആദ്യം തന്റെ ഹൃദയത്തിൽ നിർമ്മിച്ചത് ശ്രീമദ് ഭഗവത്ഗീതയെയാണ്. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും മഹാസന്ദേശം ഏവർക്കും ഗ്രഹിക്കാനും ജീവിതത്തിൽ പ്രയോഗപഥത്തിൽ കൊണ്ടുവരാനും സൗകര്യം ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഭഗവത്ഗീത രചിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം ആ ഗീതാ തത്വങ്ങൾ കുറെ കൂടി നമുക്ക് സുഗമമായി തീരാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ ആവിഷ്കരിച്ചു. തത്വങ്ങളെ കഥാപാത്രങ്ങളാക്കി, കഥാസന്ദർഭങ്ങളാക്കി. അങ്ങനെ ശ്രീമദ് മഹാഭാരതം എന്നുള്ള ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാവ്യകൃതി, ഇതിഹാസം രൂപം കൊണ്ടു. ഭഗവത്ഗീതയിൽ എന്തുണ്ടോ അത് മുഴുവൻ കഥാരൂപത്തിൽ നമുക്ക് മഹാഭാരതത്തിൽ കാണാം. മഹാഭാരത കഥകളിൽ എന്തൊക്കെ തത്വങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ഭഗവത്ഗീതയിലും കാണാം. അങ്ങനെ അവ രണ്ടും അഭിന്നമായിട്ട് ഒന്നായി നിൽക്കുന്നു. അതാണ് ഭീഷ്മപർവത്തിന്റെ ഉള്ളിൽ നാം കാണുന്ന ഈ 18 അധ്യായങ്ങൾ, 700 ശ്ലോകങ്ങളുള്ള 18 അധ്യായങ്ങൾ ശ്രീമദ് ഭഗവത്ഗീത. നാം അതിൻ്റെ ഒത്തൊരുമയെ നേരിട്ട് പഠിക്കുന്ന പരിശ്രമത്തിലാണ്. അതാണ് ഗീതാഭാരതം. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം നാം ഇപ്പോൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവാസുര സമ്പദ് വിഭാഗയോഗം. മനുഷ്യ സ്വഭാവത്തെയും സമസ്ത ജീവരാശിയുടെ സ്വഭാവത്തെയും വേർതിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴാണ് ഭഗവത്ഗീത തത്വങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാനാവുക. അതുകൊണ്ട് നമ്മുടെ വിശദമായിട്ടുള്ള വിശകലനം അവിടെ 16-ാം അധ്യായത്തിൽ നിന്നിട്ട് ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിൽ നിന്നിട്ട് ആരംഭിക്കുന്നു. ദൈവീ സമ്പത്തിനെ നാം പഠിച്ചു. ആ ദൈവീ സമ്പത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള സ്വരൂപ സ്വഭാവ വിശേഷങ്ങളെ നാം മഹാഭാരത കഥകളിലൂടെ അടുത്ത് കണ്ടു. ആസുരീ സമ്പത്തിനെ അതേ പ്രകാരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. ഭഗവാൻ വേദവ്യാസൻ ആസുരീ സമ്പത്തിന്റെ വിശേഷങ്ങളെ ഒന്നൊന്നായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതെല്ലാം കഥകളിലൂടെ നാം കണ്ടു. അത് കഴിഞ്ഞിട്ട്
തുടർന്ന് വീണ്ടും അദ്ദേഹം അസുരീ സമ്പത്തിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഹ. അസുരീ പ്രകൃതികളായിട്ടുള്ള ആളുകൾ പ്രവൃത്തിയെയും നിവൃത്തിയെയും അറിയുന്നില്ല. ന ശൗചം നാപിചാചാരോ ന സത്യം തേഷു വിദ്യതേ. അവർക്ക് ശൗചമില്ല, മനഃശുദ്ധിയില്ല, അവർക്ക് ആചാരമില്ല. ആചാരം എന്നാൽ സജ്ജനാചാരം. ദുർജനങ്ങളുടെ ആചാരം അവർക്ക് ആവോളമുണ്ട്, അതുമാത്രമേ ഉള്ളൂ. സജ്ജനാചാരം എന്നുള്ളത് അവരുടെ ചിന്തയിൽ പോലും വരുന്നില്ല. അങ്ങനെ ആചാരമില്ല എന്ന് മാത്രമല്ല, അവരില് സത്യം എന്നുള്ള ആ മഹത്വമേറിയതായ സ്വഭാവവിശേഷവും ഇല്ല. അത് ആചാരം എന്നുള്ളത് ഈ ആസുരീ സമ്പന്നന്മാർക്കില്ല എന്നുള്ളത് നാം നേരിട്ട് വനപർവത്തിൽ, മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നിട്ട് നാം പഠിക്കാനായിട്ട് ആരംഭിച്ചു. ഇന്ന് അത് തുടരുകയാണ്. വനപർവത്തിന്റെ ഉള്ളിലുള്ള അനേകം ഉപപർവങ്ങളിൽ ഒന്നാണ് ഘോഷയാത്രാപർവം. അതിനാസ്പദമായിരിക്കുന്ന ദുര്യോധനാദികളുടെ ചിന്തകൾ, ഘോഷയാത്ര ദ്വൈതവനത്തിലേക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ളതായ അവരുടെ തീരുമാനം, ഇതെല്ലാം ആചാരരാഹിത്യത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. അവരങ്ങോട്ട് പോകുന്നത് പാണ്ഡവന്മാരെ വേദനിപ്പിക്കാം, ഇങ്ങനെ സ്വന്തം ആർഭാടമെല്ലാം പ്രകടിപ്പിച്ചിട്ട് എന്ന വിചാരത്തോടു കൂടിയിട്ടാണ്. അവസാനം സംഭവിച്ചതെന്ത് എന്നുള്ളത് നമ്മൾ ഇതേ ഘോഷയാത്രാ പർവ്വതത്തിൽ തന്നെ കാണുന്നു. ആ ഭാഗം നമ്മൾ ദൈവീ സമ്പത്തിനെ വിശകലനം ചെയ്യുമ്പോഴേക്കും നോക്കി. വലിയ ഘോഷയാത്രയായിട്ട് ദ്വൈതവനത്തിൽ ആ സരസിന്റെ തീരത്ത് ദുര്യോധനാദികൾ എത്തിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടായതായ സംഭവങ്ങൾ, ദേവലോകത്ത് നിന്ന് ഗന്ധർവന്മാരെ സംഘമായിട്ട് അവിടെ സ്നാനം ചെയ്യാൻ വരുന്ന സമയമായിരുന്നു. ഗന്ധർവന്മാരുടെ സംഘവും അതേപോലെ തന്നെ കൗരവന്മാരുടെ സംഘവും തമ്മിൽ വഴക്കായി, യുദ്ധമായി. കൗരവ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയപ്പോഴേക്കും നേതൃത്വം കൊടുക്കാൻ കർണനെത്തി. കർണൻ ഗന്ധർവന്മാരോട് തോറ്റു. പിടിയിൽപ്പെട്ട് പോകാതിരിക്കാൻ കർണൻ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് ദുര്യോധനൻ അവിടെ വന്നിട്ട് ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്തു. ദുര്യോധനൻ തോറ്റു. ദുര്യോധനെ, അനുജന്മാരെയും എല്ലാവരെയും സൈനികരെയും എല്ലാം ഗന്ധർവൻ പിടിച്ചു കെട്ടി. അപ്പോൾ ആ സൈനികരുടെ കൂട്ടത്തിൽ ഒരാൾ ദുര്യോധന്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് പാണ്ഡവപക്ഷത്തേക്ക്, പാണ്ഡവന്മാരിയ്ക്കുന്നിടത്തേക്ക്, യുധിഷ്ഠിര സമീപത്തേക്ക് പോയി രക്ഷിക്കണമേ എന്ന്. യുധിഷ്ഠിരൻ ആ അവസരത്തില് തന്റെ അനുജന്മാരെ അങ്ങോട്ട് അയച്ചു. ഗന്ധർവന്മാരോട് വേണ്ടി വന്നാൽ യുദ്ധം ചെയ്തിട്ട് ദുര്യോധനാദികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അതാണ് യുധിഷ്ഠിരന്റെ ഹൃദയത്തിന്റെ ആ സ്നേഹ നിർഭരമായിരിക്കുന്ന കാരുണ്യം. അത് ദൈവീ സമ്പത്താണ്. പാണ്ഡവന്മാര് ചക്രവർത്തി പദത്തില്, ഇന്ദ്രപ്രസ്ഥത്തില് സുഖമായി വസിച്ചിരുന്ന പാണ്ഡവന്മാരെ ഈ അവസ്ഥയില് കാട്ടിലേക്ക് തള്ളിയിട്ടത് ദുര്യോധനന്റെ ചതിയാണ്. അങ്ങനെ ചതിച്ച ശേഷം വീണ്ടും ഇവിടെ ആക്ഷേപിക്കാനായിട്ട് വന്ന ആളുകൾ ആപത്തിൽപ്പെട്ടപ്പോ അവരെ രക്ഷിക്കാനായിട്ട് യുധിഷ്ഠിരൻ തന്റെ അനുജന്മാരെ അയക്കുന്നു. യുദ്ധത്തിന്, ഗന്ധർവന്മാരോട് യുദ്ധത്തിന് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ളതായ ഒരു വലിയ സാഹസമാണ്. അതൊന്നും യുധിഷ്ഠിരൻ ചിന്തിച്ചില്ല. ദുര്യോധനാദികൾ സഹോദരന്മാരാണ്, അവരെ രക്ഷപ്പെടുത്തുക. അവരേതു തരക്കാരായിക്കൊള്ളട്ടെ, ശരണം പ്രാപിച്ചിരിക്കുന്നു, അവരെ രക്ഷപ്പെടുത്തുക. അങ്ങനെ യുധിഷ്ഠിരന്റെ ഹൃദയത്തിന്റെ നൈർമല്യം, കാരുണ്യം നാം അവിടെ നേരിട്ട് കണ്ടു. അപ്പോ അവര് ആ സരസിന്റെ തീരത്തേക്ക് വരാനുള്ള കാരണം അതാണ് ഈ ഘോഷയാത്രാ പർവ്വത്തിലെ ആദ്യ ഭാഗം. അത് ആസുരി സമ്പന്നന്മാരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയെ കാണിക്കുന്നു. അവർക്ക് ആചാരമില്ല, സജ്ജനാചാരമില്ല. പിന്നെയോ ദുർജനാചാരം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുക, പറ്റുമെങ്കിൽ നശിപ്പിക്കുക. അതാണ് അവർക്കുള്ളത്.
അപ്പോൾ അത് വളരെയേറെ പ്രകടമാകുന്ന അവരുടെ ആ തയ്യാറെടുപ്പ്, പ്ലാനിങ് എല്ലാം നാം ഇവിടെ കാണുന്നു. ദുര്യോധനനും കർണനും ശകുനിയും ദുശാസനും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത്. ഈ പദ്ധതി ദുര്യോധനന്റെ മനസ്സിൽ ഉണ്ട് എങ്കിലും ദുര്യോധനൻ അതിനെക്കുറിച്ച് മിണ്ടിയില്ല. ഇത് നടപ്പിലാക്കണം എന്നുള്ള തീരുമാനവുമായിട്ട് ദുര്യോധനന്റെ മുന്നിൽ വരുന്നത് കർണനും ശകുനിയുമാണ്. ആസുരി സമ്പത്തിൽ വളരെ മുമ്പ് നിൽക്കുന്ന അവരാ. അതിൽ കർണൻ അതിശക്തമായിട്ട് ദുര്യോധനോട് സംസാരിക്കുന്നുണ്ട്. നമ്മളിവിടെ പോകണം, നമ്മുടെ ധാടി അവരെ കാണിക്കണം, അങ്ങനെ അവരുടെ വേദന നമുക്ക് കണ്ടു രസിക്കണം. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ മറുപടി പറയുന്നതും നാം കേട്ടു. എനിക്ക് ഇതെല്ലാം മനസ്സിൽ നേരത്തെയുണ്ട്, പക്ഷേ അങ്ങോട്ട് പോകാനായിട്ട് അച്ഛൻ സമ്മതിക്കില്ല. അതാണ് ബുദ്ധിമുട്ട്. അച്ഛന്റെ അനുവാദമില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ.